മാമി തിരോധാന കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ട് DGP ഉത്തരവിട്ടിരിക്കുകയാണ്. കുടുംബത്തിന്റെ ആവശ്യമായിരുന്നു CBI അന്വേഷണം എന്നത്. അതുമായി ബന്ധപ്പെട്ട് കുടുംബം ഇപ്പോഴും ഹൈക്കോടതിയിൽ നൽകിയ ഹർജി നിലനിൽക്കുകയാണ്. അതിനിടെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന തീരുമാനം സർക്കാർ കൈക്കൊണ്ടത്. ആ തീരുമാനത്തോട് കുടുംബം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് പരിശോധിക്കുകയാണ് കേരള വിഷൻ ന്യൂസ്. എങ്ങനെയാണ് കുടുംബത്തിൻ്റെ പ്രതികരണം? ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുന്നു. തുടക്കത്തിൽ കുടുംബം ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ പിന്നീടെല്ലാം ഉന്നയിച്ചത് CBI എന്നുള്ളതാണ്. കേരള പോലീസ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടീം തന്നെയാണ്, അതിലൊരു സംശയമില്ല. ആരന്വേഷിക്കുന്നതിലും എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാവുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് തന്നെയാണ് കേരള പോലീസിൽ. പക്ഷേ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ള സംശയം നമുക്ക് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അത് പുറം ഒരു ഏജൻസിക്ക് കൊടുക്കണം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, ക്രൈംബ്രാഞ്ച് ഈ ഏജൻസികൾ അല്ലെങ്കിൽ ഈ ടീം അംഗങ്ങൾ ആരൊക്കെ ലീഡ് ചെയ്യുന്നു, അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നോക്കിയിട്ട് ബാക്കി ഏതായാലും കേസ് ഹർജി ഹൈക്കോടതിയിലെ പരിഗണനയിലുള്ള ഹർജിയുണ്ട്, CBI അന്വേഷണത്തിന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ അന്വേഷണം എഫക്റ്റീവാണോ, നീതിയുക്തമായ അന്വേഷണമാണോ നടക്കുന്നതെന്ന് നമുക്ക് ബോധ്യപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുമായിട്ട് സഹകരിച്ച് പോവും. ഇപ്പോൾ ഒക്ടോബർ 1 കേസ് പരിഗണിക്കാനിരിക്കുകയാണ്. പ്രോസിക്യൂഷൻ്റെ വിശദമായ വാദം കേൾക്കാനിരിക്കുകയാണ്. സ്വാഭാവികമായും ഇനിയിപ്പോൾ CBI അന്വേഷണം എന്ന വാദത്തിൽ നിന്ന് കുടുംബം പിറകോട്ട് പോവുകയാണോ? പിറകോട്ട് പോകുന്നില്ല ഒരിക്കലും. ഞാൻ പറഞ്ഞല്ലോ, ഈ അന്വേഷണ ഏജൻസി ഏത് രീതിയിലാണ് കേസിനെ കാണുന്നത് എന്നും അന്വേഷണ ടീമിലെ അംഗങ്ങൾ, അത് വലിയൊരു ഘടകമാണ്. ടീം അംഗങ്ങൾ ഏതൊക്കെയാണ് സ്വാധീനിക്കപ്പെടാത്ത നല്ല ട്രാക്ക് ഹിസ്റ്ററിയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരാണെങ്കിൽ അന്വേഷണം നേരായ രീതിയിലാണ് പോകുന്നത്, നമ്മൾ സംശയിക്കപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത കുറേ സംശയം തോന്നുന്ന കുറേ പോയിന്റുകൾ അവർ പരിഗണനയിൽ എടുക്കുകയും ആ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്കീമുമായിട്ട് നമ്മൾ സഹകരിച്ച് പോകും. ഈ ഒപ്പാടെ കാണാതായിട്ട് 1 വർഷം പിന്നിട്ടു, അന്ന് മുതൽ തുടങ്ങിയാണ് അത് ഫലം കണ്ടു തുടങ്ങുന്നു എന്നൊരു വിശ്വാസമുണ്ട്. ആരാണ് പിന്നെ തട്ടിക്കൊണ്ടുപോയത് അവർ ശിക്ഷിക്കപ്പെടണം, നമുക്ക് നീതി കിട്ടണം. അതുകൊണ്ട് ഒരു ഇടപെടലുകളില്ലാതെ ഉപ്പയുടെ കേസ് തെളിയണം എന്നാണ് നമ്മൾ ആവശ്യം. അതുകൊണ്ട് ക്രൈംബ്രാഞ്ച് നമുക്കിപ്പോൾ നോക്കാം, അവർ എഫക്റ്റീവായിട്ട് അന്വേഷിക്കുന്നതാണ് നമ്മളെ വിശ്വാസം. എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് കുടുംബം. അപ്പോഴും CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹൈക്കോടതിയിലെ ഹർജിയിൽ നിന്നും പിന്നോട്ടില്ല എന്നുകൂടി ഇവർ വ്യക്തമാക്കുകയാണ്. ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.